ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും വീണ്ടും വരുവാൻ നട്ടിച്ചത് ഉദ്യതനായി 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് കർത്താവായ യേശു കൃഷ്ണന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് 13 നോയമ്പ്. ഈ 13 നോയമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. നമ്മളെവരും അത് വളരെ വിശദമായി ആചരിക്കുന്നു എന്നും കരുതട്ടെ. ഞാൻ ശനിയാഴ്ച വരെ ഇട്ട എപ്പിസോഡിൽ 10 ദിവസം വരെയുള്ള സ്ലീഹന്മാരുടെ പേര് പറഞ്ഞു. ഇന്ന് സ്ലീഹാ നോമ്പിൻ്റെ 11-ാം ദിവസം ജൂൺ 26, വിശുദ്ധ എരിവുകാരനായ ശിമോൻ സ്ലീഹ. തീഷ്ണവാനായ വിശുദ്ധ ശിമോൻ എന്നും എരിവുകാരനായ ശിമോൻ എന്നും കനാന്യനായ ശിമോൻ എന്നും അറിയപ്പെടുന്ന ഈ ശിമോൻ ഒരു യഹൂദ വിപ്ലവ സംഘടനയുടെ, അതായത് സംഘടനയായ സെറോട്ടിസത്തിൻ്റെ അംഗമായിരുന്നു എന്ന് നമുക്ക് ചരിത്രകാരന്മാരിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. റോമാക്കാരിൽ നിന്നും യഹൂദ ജാതിക്കാരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു സെറോട്ടിസത്തിൻ്റെ പൊരുതൽ. യേശുവിൻ്റെ ശിഷ്യനായി കഴിഞ്ഞപ്പോൾ ആന്തരിക വിപ്ലവത്തിൽ ആകർഷണനാകുവാൻ ശിമോന് കഴിഞ്ഞു. വിശുദ്ധ ശിമോൻ ഈജിപ്ത്, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ, സിറിയ, ബ്രിട്ടൻ എന്നിവിടങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് വിശ്വസിക്കുന്നു. അബ്ദിയാസിൻ്റെ അപ്പോസ്തോലിക ചരിത്രം എന്ന കൃതിയിൽ യൂദ സ്ലീഹായും ശിമോൻ സ്ലീഹായും ഒന്നിച്ച് പേർഷ്യയിൽ സുവിശേഷം അറിയിച്ചുവെന്നും അവിടെ വെച്ച് രക്തസാക്ഷികളായെന്നും പറയപ്പെടുന്നു. സ്ലീഹാ നോമ്പിൻ്റെ 12-ാം ദിവസം ജൂൺ 27, വിശുദ്ധ തോമാസ് സ്ലീഹ. വിശുദ്ധ തോമാസ് സ്ലീഹായ്ക്ക് ദിദിമോസ് ഇരട്ട എന്നും യഹൂദ എന്നും 2 പേരുകൾ കൂടി ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരനായ ആദായിയോടുകൂടി ഇരട്ട പിറന്നവൻ എന്ന അർത്ഥത്തിലാണ് നിനക്ക് ആ പേരുണ്ടായതെന്നും, അല്ല, അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെട്ടതെന്നും അഭിപ്രായപ്പെടുന്നവർ ഉണ്ട്. ചുരുക്കത്തിൽ യഹൂദ എന്നുള്ളത് തൻ്റെ 1-ാമത്തെ നാമവും തോമസ് 2-ാം നാമവും ആയിരുന്നുവെന്ന് നാം മനസ്സിലാക്കുക. അദ്ദേഹം ഗലീല ദേശക്കാരനായിരുന്നു. യോഹന്നാൻ 11:16 പറയുന്നു, തോമാസ് സ്ലീഹ യേശുവിനോടൊപ്പം മരിക്കേണ്ടതിന് അവനോടുകൂടൊപ്പം യഹൂദ്യയിലേക്ക് പോകാൻ തയ്യാർ ആയി എന്നാണ്. തോമാസ് സ്ലീഹായ്ക്ക് വേണ്ടി യേശു ശിഷ്യന്മാരുടെ നടുവിൽ 2-ാമതും പ്രത്യക്ഷനായി എന്നുള്ളതും നമുക്ക് ഏവർക്കും വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും. തോമാസ് സ്ലീഹ കുറെ കാലം പാലസ്തീനിൽ സുവിശേഷം അറിയിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ എത്തി. AD 52 മാർത്തോമാ സ്ലീഹ കേരളത്തിൽ തീര തുറമുഖമായ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി എന്നാണ് കരുതുന്നത്. മലങ്കരയിൽ അദ്ദേഹം കൊല്ലം, കൊടുങ്ങല്ലൂർ, പാലൂർ, പറവൂർ, ഓക്കമംഗലം, ചായൽ, നെർണം എന്നീ 7 സ്ഥലങ്ങളിൽ പള്ളി സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഫലപ്രദമായ സുവിശേഷ പ്രവർത്തനം നടത്തിയെന്ന് നമുക്ക് അറിയാം. മലങ്കരയിൽ നിന്നും തോമാസ് സ്ലീഹ ചൈനയിലും പോയി സുവിശേഷം അറിയിച്ചു. അവിടെ നിന്നും മദ്രാസിനടുത്ത് ഉള്ള മൈലാപ്പൂരിലെത്തി. അവിടെ വെച്ച് മതഭ്രാന്തന്മാരായ ക്രൈസ്തവ വിരോധികൾ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. AD 72 ഡിസംബർ 18-ാം തീയതിയാണ് കുന്തമേറ്റത്. എന്നാൽ സ്വർഗവാസം ചെയ്തത് 21-ാം തീയതി ആണ് എന്ന് പാരമ്പര്യം പറയുന്നു. അതല്ല, ജൂലൈ 3-ാം തീയതിയാണ് മാർത്തോമാ സ്ലീഹായുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നവരും ഉണ്ട്. ഭൗതിക ശരീരം മൈലാപ്പൂരിലെ കലാമിന പട്ടണത്തിനരികെ ചിന്നമലയിൽ സംസ്കരിക്കപ്പെട്ടു. AD 394 തോമാസ് സ്ലീഹായുടെ തിരുശേഷിപ്പുകൾ ഇന്ത്യയിൽ നിന്നും എഡേസ, അതായത് ഉറഹായിലേക്ക് കൊണ്ടുപോയി പിൽക്കാലത്ത് അവിടെ നിന്നും മൂസയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചുവെന്നും പറയപ്പെടുന്നു. സ്ലീഹാ നോമ്പിൻ്റെ 13-ാം ദിവസം ജൂലൈ 28, പരിശുദ്ധ പൗലോസ് സ്ലീഹ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനല്ലെങ്കിലും ജാതികളുടെ അപ്പോസ്തലത്വത്തിലേക്ക് ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവൻ. ഗലാത്യർ 1:1. ആ ദൗത്യം അതുല്യമായ നിലയിൽ നിർവഹിച്ച സ്ലീഹ ഗണത്തിൽ പ്രമുഖനായി അംഗീകരിക്കപ്പെട്ടവനും ആണ് വിശുദ്ധ പൗലോസ് സ്ലീഹ. ഏഷ്യൻ ഭാഗത്ത് കലിക്ക പ്രദേശത്തെ
തർസോസിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ച ഒരാൾ ആയിരുന്നു ശൗൽ എന്ന പൗലോസ്. ഗലീലയിൽ നിന്നും തർസോസിലേക്ക് കുടിയേറി പാർത്തതാകാം എന്നതാണ് കരുതുന്നത്. തർസോസിൽ ജനിച്ചതുകൊണ്ട് ശൗൽ റോമാ പൗരത്വവും സ്വീകരിച്ചിരുന്നു. ശൗൽ വിദ്യാസമ്പന്നനായിരുന്നു. ശൗലിൻ്റെ മാനസാന്തരവും പൗലോസ് ആയി മാറിയതും എല്ലാം നമുക്കറിയാവുന്നതാണ്. പൗലോസ് 3 മിഷണറി യാത്രകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് എവർക്കും അറിയാം. ഒന്നാമത്തെ മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 13 14 അധ്യായത്തിൽ പറയുമ്പോൾ, രണ്ടാം മിഷണറി യാത്ര അപ്പോസ്തല പ്രവൃത്തികൾ 15 അധ്യായം 35 മുതൽ 18 അധ്യായം 22 വരെയുള്ള ഭാഗത്ത് പറയുന്നു. മൂന്നാമത്തെ മിഷണറി യാത്ര എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 18 അധ്യായം 23 വാക്യം മുതൽ 21 അധ്യായം 16 വരെയുള്ളതാണ്. വരെ വായിക്കുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് പല ഭിന്ന അഭിപ്രായങ്ങളുണ്ടെങ്കിലും പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് വിശുദ്ധ പൗലോസ് AD 67 നീറോ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം റോമിൽ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു എന്നാണ്. വിശുദ്ധ പൗലോസിൻ്റെ രക്തസാക്ഷിത്വ ദിനമായി സഭ ആചരിക്കുന്നത് പരിശുദ്ധ പത്രോസ് ശ്ലീഹായോടൊപ്പം ആണ്. രണ്ടുപേരും ഒരേ ദിവസം രക്തസാക്ഷിത്വം വഹിച്ചുവെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ എല്ലാം തന്നെ പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നും വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം കരുതുവാൻ. ഉൾപ്പെടുത്തിയതിലും ഗ്രന്ഥ കർത്തൃത്വത്തെ സംബന്ധിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ട്. ഉദാഹരണം, എബ്രായർക്കെഴുതിയ ലേഖനം പൗലോസ് ശ്ലീഹ എഴുതിയത് ആണ് എന്ന് 2-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ആദ്യ പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഗവേഷണത്തോടുകൂടി മനസ്സിലാകുന്നത് ഏതോ ഒരു യഹൂദ മത പണ്ഡിതൻ ആയിരിക്കണം ഇത് എഴുതിയത് എന്ന് ഉള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഓരോ വേദ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വേദപുസ്തക ഭാഷ്യം നാം നോക്കുമ്പോൾ എബ്രായ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്നുവരെ ആരാണ് ഈ എബ്രായ ലേഖനം എഴുതിയത് എന്ന് അറിയില്ല എന്ന രീതിയിലാണ്. എന്തായാലും നമുക്ക് അത് നിന്ന് മനസ്സിലാകുന്നത് എബ്രായ ലേഖനത്തിൽ പഴയ നിയമത്തോട് കൂട്ടിയോജിപ്പിച്ച് പഴയ നിയമത്തിൽ മറിഞ്ഞു കിടക്കുന്നതായ കാര്യങ്ങളെ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. ഈ 13 നോയമ്പ് സഭയിൽ വളരെ ആദരവോടുകൂടി വിശ്വാസത്തോടുകൂടി ആചരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഒരു 2ാം തരം നോമ്പായി കാണാതെ അതിനെ നമ്മൾ നെഞ്ചോടി ചേർത്ത് നാം അതിനെ സ്വീകരിക്കുന്നുവെങ്കിൽ ആ സ്ലീഹന്മാരുടെ മധ്യസ്ഥതയാൽ നമ്മുടെ ഓരോ നടക്കാതെ പോകുന്ന കാര്യങ്ങളും നടന്നു കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇത് എൻ്റെ ഒരു സാക്ഷ്യമായി നിങ്ങൾക്ക് സ്വീകരിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.